ഇന്നത്തെ എൻ്റെ റെസിപ്പിയും ഞാവൽപ്പഴം വെച്ച് നല്ലൊരു ഷേക്കാണ്. അപ്പോൾ ഇതിന് പല സ്ഥലത്ത് പല പേരുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സൈഡൊക്കെ ഇതിന് കനിപ്പഴം എന്നാണ് പറയാറ്. അപ്പോൾ പൊതുവെ പറയുന്ന പേര് എനിക്ക് തോന്നുന്നു ഞാവൽപ്പഴം എന്നാണ്. ഇതിന് നല്ല ആരോഗ്യപരമായിട്ടും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സീസൺ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് എനിക്ക് മധുരം കുറച്ച് കുറവും അതുപോലെ തന്നെ കളറും അത്ര ഇല്ലാത്ത ഞാവൽപ്പഴമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സീസണൊക്കെ ആയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നല്ല പഴുത്ത ഞാവൽപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഒരു ചവർപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതാദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബോയിലാക്കിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്, ഇതുപോലെ കളറായി വരും. ഇനി നമുക്കിതിൻ്റെ കുരു ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കുരു പുറത്തേക്ക് വന്നോളും. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പാലാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് നല്ലോണം തണുപ്പിച്ച് ഇതുപോലെ ചില്ല് ചെയ്തെടുത്ത പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കളറ് കുറച്ച് കുറവാണ്. സീസൺ ആണെങ്കിൽ നല്ല കളറായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് സീസണൊക്കെ ആയ ടൈം ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.